friends, welcome back to our channel. ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് agloanema propagation ആണ്. നമുക്ക് ഒറ്റൊരു agloanema വെച്ചിട്ട് നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒറ്റൊരു agloanema മതി. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പോട്ടിംഗ് മിക്സ് എടുക്കാം. അപ്പോൾ ഇതിൽ മണ്ണും അതുപോലെ തന്നെ മണ്ണെന്ന് വെച്ചാൽ പറമ്പിലെ മണ്ണാണ്, അതും കൊക്കോപീറ്റും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സാണിത്. പിന്നെ മഴയൊക്കെ പെയ്തെടുക്കുന്നതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് നനച്ചിട്ടൊന്നുമില്ല, മണ്ണിന് ഓൾറെഡി നനവുണ്ട്. നമുക്കിത് നമ്മുടെ പോട്ടിലേക്ക് ഇത് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് കൊക്കോപീറ്റ് കൂടി മേലെ ഒന്ന് വിതറി കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പോട്ടിംഗ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കാണ് നമ്മുടെ agloanema നടാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് റൂട്ടഡ് ആയിട്ടുള്ള agloanema ഉള്ളതെങ്കിൽ നമ്മളത് പോട്ടിൽ നിന്ന് റീപോട്ട് ചെയ്യണം. അതായത് സൈഡിൽ കത്തിയൊക്കെ വെച്ച് തിക്കി കൊടുത്താലും നമുക്കത് മണ്ണപ്പാടി കിട്ടും. എന്നിട്ട് നമുക്ക് അതിൻ്റെ ചെടി വേർതിരിച്ചെടുക്കാം. ഇപ്പം ഞാൻ അങ്ങനെയല്ല എടുക്കുന്നത്. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ വാട്ടറിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരുന്ന agloanema ആണ്, അത് മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ agloanema ഇവിടെ മൾട്ടിപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് നോക്കിയാൽ കാണാം, ഇതിൻ്റെ സ്റ്റെമ്മിൽ അവിടെ ഇവിടെയൊക്കെ റൂട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ തണ്ടിൻ്റെ ഏകദേശം 1 ഇഞ്ച് ഭാഗം വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. അതായത് ലീഫൊക്കെ വന്ന ആ ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്തു. പിന്നെ നമുക്ക് ഈ സ്റ്റെമ്മ് കംപ്ലീറ്റ് ഏകദേശം 1.5 ഇഞ്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ എടുക്കുമ്പം അതായത് ചെടി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പോട്ടിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണെങ്കിൽ നിറയെ ലീഫ് ഉണ്ടാവും. ഇതിനിപ്പം ലീഫൊക്കെ പോയിട്ട് അറ്റത്ത് മാത്രം 2-3 ലീഫ് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അതുപോലെ പിന്നെ ഇതിൻ്റെ സ്റ്റെമ്മ് കണ്ടാലും മനസ്സിലാകും ലീഫൊക്കെ പോയിട്ട് നല്ല മെച്ചുവേർഡായി. അപ്പോൾ ഇതുപോലെ ആയിരിക്കില്ല നമ്മളൊരു ചട്ടിയിൽ ഹെൽത്തി ആയിട്ട് നട്ടിരിക്കുന്ന ചെടി നിറയെ ലീഫൊക്കെ ഉണ്ടാവും. അപ്പോൾ എവിടെയാണോ ലീഫ് അവസാനത്തെ ഉള്ളത് ആ ലീഫിൻ്റെ താഴേന്ന് 1.5 ഇഞ്ച് ഇട്ടിട്ട് വേണം ഇത് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ലീഫിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് കട്ട് ചെയ്യരുത്. സ്റ്റെമ്മ് നല്ല മെച്ചുവേർഡ് ആയിട്ടില്ലെങ്കിൽ അത് ചീഞ്ഞു പോകും. നമുക്ക് ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള സ്റ്റെമ്മെല്ലാം ഇതുപോലെ ഒരു 1.5 ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് ഇങ്ങനെ കംപ്ലീറ്റ് കട്ട് ചെയ്യുവാണേ. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. ജസ്റ്റ് അങ്ങനെ ഒത്തിരി അമർത്തിയൊന്നും വെക്കണമെന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെള്ളം ഒഴിച്ചാലും ഒഴുകി പോകാത്ത വിധത്തിൽ ഒന്ന് ഉറപ്പിച്ച് വെക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതെല്ലാം ഇതുപോലെ നമുക്ക് നട്ടു കൊടുക്കാം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതാദ്യം തന്നെ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, നിങ്ങൾക്ക് ചടപ്പാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം.
ദെൻ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ മുറിച്ച് വെച്ച സ്റ്റെംസ്, അതായത് മുറിച്ച് വെച്ച തണ്ടെല്ലാം നമ്മളിപ്പം ഇതിൽ പോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു മാസം കഴിയുമ്പോഴേക്കും ഇത് നല്ല ബുഷിയായിട്ട് വരും. എല്ലാ സ്റ്റെമ്മും നന്നായിട്ട് ലീഫൊക്കെ വന്ന് പുതിയ ചെടി വന്നിട്ട് ഈ ഒരു പോട്ടിൽ നിറഞ്ഞ് നിൽക്കും. അപ്പോൾ ഇതുപോലെ മുൻപ് ഞാൻ ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത വേറൊരു അഗ്ലോണിമയാണിത്. ഇപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവും, ഇത് നന്നായിട്ട് വലുതായിട്ടും ബുഷിയായിട്ടുണ്ട്. ഇതിൽ ഈ കാണുന്ന ഈ ഒരു 2 ചെടിയാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് ഇതുപോലെ പോട്ടിൽ നിന്ന് പറിച്ചെടുത്തിട്ട് സ്റ്റെമ്മ്, അതായത് മണ്ണിൻ്റെ അടിയിലുള്ള സ്റ്റെമ്മ്, മണ്ണിൻ്റെ ഒരു ലെവൽ ഉണ്ടാവുമല്ലോ, ആ ലെവലിൽ നിന്ന് ഏകദേശം 1.5 ഇഞ്ച് മുകളിൽ വെച്ച് ഈ ചെടി കട്ട് ചെയ്തെടുത്തു. പിന്നെ ബാക്കി സ്റ്റെമ്മ് മണ്ണിൻ്റെ അടിയിലായിരിക്കും. അത് ഇതുപോലെ എടുത്തിട്ട് 1 ഇഞ്ച് ഗ്യാപ്പിന് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇതിൽ നട്ടത്. അപ്പം അതെല്ലാം ഇപ്പോൾ ഇതുപോലെ പുതിയ ചെടിയായി മുളച്ച് വന്നിട്ടുണ്ട്. അതിൽ 1 മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ. ബാക്കി കാണുന്ന കുഞ്ഞു ചെടികളെല്ലാം ഏകദേശം 1 മാസം മുന്നേ ഇതുപോലെ ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ടൈപ്പ് അഗ്ലോണിമ, ഡിഫൻ ബാച്ച്, ഇതെല്ലാം നമുക്ക് ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അതായത് പെട്ടെന്ന് പുഷിയായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ഏകദേശം ഒരു മാസം 1.5 മാസം കൊണ്ടൊക്കെ നമുക്ക് ആ പോട്ട് നിറയെ ബുഷിയായിട്ട് വരും. അപ്പോൾ ഞാൻ വേറൊരു അഗ്ലോണിമ കാണിക്കാം. അതും ഇതുപോലെ തന്നെ ചെയ്തതാണ്. ഇത് നേരത്തെ കാണിച്ചതിൻ്റെ കുറച്ചുകൂടി വലിയൊരു ഡിസൈനുള്ള പോലത്തെ ഒരു അഗ്ലോണിമയാണ്. അപ്പം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചത് അധികം വെയിലോ അധികം മഴയോ കൊള്ളാൻ പാടില്ല. അപ്പോൾ ഇതിവിടെ സൺഷെയ്ഡിൻ്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.